5-ൽ പരം പുസ്തകങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട CH കുറിച്ച്, തങ്ങളെക്കുറിച്ച്, പാണക്കാട് തങ്ങളെക്കുറിച്ച്, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ഒപ്പം തന്നെ സിനിമാ താരങ്ങളെക്കുറിച്ചൊക്കെ വൈവിധ്യമാർന്ന പുസ്തകങ്ങളുടെ ഉടമയാണ്, ഗ്രന്ഥകാരനാണ് നവാസ് പൂനൂർ സാർ. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് കേരളത്തിൻ്റെ ചരിത്രം, ഭാവിയും വർത്തമാനവും പറയുന്ന ചന്ദ്രിക പത്രത്തിൻ്റെ ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഇങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് ഇതിനു മുമ്പ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. 1934 മുതൽ കഴിഞ്ഞ 92 വർഷമായി ഇടതടവില്ലാതെ എന്നും മഷി പുരട്ടുന്ന ഒരു പത്രമാണ് ചന്ദ്രിക ദിനപത്രം. ഒരു പത്രം, നല്ലൊരു പത്രം, ഒരു രാഷ്ട്രം സ്വയം സംസാരിക്കുന്നതാണ് എന്നാണ് പറയാറുള്ളത്. ചന്ദ്രികയുടെ ഒരുപാട് എഡിഷനിലൂടെ രാഷ്ട്രം സ്വയം ചന്ദ്രികയിലൂടെ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ 92 വർഷമായിട്ട് നാം കണ്ടതാണ്. ചന്ദ്രിക പത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, വിയർപ്പൊഴുക്കിയ ഒരുപാട് ആളുകളുടെ ചരിത്രം വർണ്ണിക്കുന്ന ഒരു മഹത്തായ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് നാം ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത്. ഓരോ പുസ്തകവും വെളിച്ചത്തിലേക്കുള്ള വാക്കിൻ്റെ തുറക്കലാണ്. ഓരോ പുസ്തകവും വെളിച്ചത്തിലേക്കുള്ള വാക്കിൻ്റെ തുറക്കലാണ്. ഇവിടെ അങ്ങനെ വരുമ്പോൾ 2 വെളിച്ചങ്ങളാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്. ഒന്ന് ഇതെഴുതിയ നവാസ് പൂനൂർക്ക എന്ന് പറയുന്ന വെളിച്ചം, ആ ഗ്രന്ഥം. രണ്ടാമത്തത് ചന്ദ്രിക എന്ന് പറയുന്ന വെളിച്ചം. അപ്പോൾ ആ 2 വെളിച്ചത്തിനും രണ്ടും കൂടെ കൂടുമ്പോൾ വെളിച്ചം കുറച്ച് ബഷീർ പറഞ്ഞതുപോലെ കൂടുതലായിരിക്കും. വെളിച്ചത്തിന് വല്ലാത്തൊരു വെളിച്ചമായിരിക്കും. അങ്ങനെ 2 വെളിച്ചങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും നവാസ് പൂനൂർക്കൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വാക്കിൻ്റെ കണ്ണിലൂടെ വായനക്കാരൻ്റെ ലോകം സൃഷ്ടിക്കുന്ന ഇന്ദ്രജാലമാണ് ഓരോ പുസ്തകം എന്ന് പറയും. ആ ഇന്ദ്രജാലം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് പ്രിയപ്പെട്ട നവാസ്ക. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒലീവ് പബ്ലിക്കേഷനാണ്. ഒലീവ് പബ്ലിക്കേഷൻ കേരളത്തിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് നിറസാന്നിധ്യമാണ് എഴുത്ത് രംഗത്ത്. 4000-ലധികം ടൈറ്റിലുകൾ ഒലീവിൻ്റെതായിട്ട് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA മുനീർ സാഹിബാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം ചന്ദ്രികയുടെ എഡിറ്ററും കൂടിയാണ്. ഈ മഹത്തായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA, എഴുത്തുകാരനും കലാകാരനും ഒക്കെ ആയിട്ടുള്ള മുനീർ സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിക്ക് സ്വാഗതം അരുളുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒലീവിന് ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ തന്നെ ടൈറ്റിലുകളുണ്ട്. 4000-ൽ പരം ടൈറ്റിലുകൾ. സാധാരണ ഞാൻ അദ്ദേഹത്തെ കാണാറുള്ളത് ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകമേളയിലാണ്. ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകമേളയിൽ നിറസാന്നിധ്യമാണ് ഒലീവ്. MK മുനീർ സാറിന് സ്നേഹപൂർവ്വം ഈ വേദിയിൽ സ്വാഗതം അരുളാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. സ്വാഗതം ഔപചാരിക ചടങ്ങ് നമുക്ക് അല്പം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വാഗ്മി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രാസംഗികൻ KM ഷാജി സാറിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഷാജി സാർ. സഹോദരന്മാരെ, ആദരണീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ വേദിയിലുണ്ട്. ബഹുമാന്യരായ നമ്മളുടെ നേതാക്കന്മാർ ഇനിയും, വിശിഷ്ടാതിഥികൾ ഇനിയും ഈ ചടങ്ങിൽ വരാനുമുണ്ട്. അതുവരെ ബഹുമാന്യരായ നേതാക്കന്മാരെത്തി ചേരുന്ന സമയത്ത് വരെയുള്ള ഒരു ചടങ്ങ് എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ സംസാരം എന്നുള്ള നിലക്കാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നേതാക്കന്മാരൊക്കെ പറകിലുണ്ട്. ചന്ദ്രികയെക്കുറിച്ച് ഒരു ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലാണ് ചന്ദ്രിക ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായും സമോഹനമായും ചെയ്തു വച്ചിട്ടുള്ളത്. ആദരണീയനായ നവാസ് പൂനൂർ അദ്ദേഹത്തിൻ്റെ കൂടെ
ജീവിതം ഇഴുകിച്ചേർന്ന ഒരു കാലത്തെ ഒരനുഭവത്തെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ അത് വായിക്കുകയോ കയ്യിൽ കിട്ടുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാനതിന് ശ്രമിക്കുന്നില്ല. പക്ഷേ ആധികാരികമായി ഈ ചന്ദ്രികയെക്കുറിച്ച് പറയാൻ കഴിയുന്ന, തൻ്റെ ജീവിതം കൂടെ ചാലിച്ചെഴുതിയ ഒരു ചരിത്രം ചന്ദ്രികക്കുള്ളത് കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് ബഹുമാന്യനായ നവാസ് പൂനൂർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി വ്യത്യസ്ത മേഖലകളിൽ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവമുള്ള, അറിയാവുന്ന ഒരു നിരവധി എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ തന്നെയുള്ള ഒരു അനുഭവമായിട്ട് ചന്ദ്രികയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും മാറുമെന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതുകൊണ്ട് ഉള്ളൊരു കൺഫ്യൂഷനും, ഞാൻ ഇവിടെ ഇരുന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അതിനിടയിൽ പെട്ടെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം എനിക്കുണ്ട്. പിന്നെ മുനീർ സാഹിബ് നിർബന്ധപൂർവ്വം പറഞ്ഞത് കൊണ്ട് ഞാൻ എഴുന്നേറ്റാണ്. ഒലിവ് ബുക്സ് നമ്മളുടെ നിരവധി മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായ, ഈ ഇടക്കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ടെലിവിഷൻ അതിപ്രസരമൊക്കെ ഉണ്ടായ സമയത്ത് വായന നമ്മൾ വല്ലാതെ കുറഞ്ഞു പോകുമെന്ന ഒരു ആശങ്കയൊക്കെ പുതിയ തലമുറയെക്കുറിച്ചും പുതിയ വായനയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിനിടയിൽ ഡിജിറ്റൽ റീഡിങ് അതും ശക്തമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് വന്നു. നമ്മളൊക്കെ തന്നെ ഡിജിറ്റൽ വായനകളിലേക്ക് ഇടക്കാലത്തൊന്ന് മാറിയ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതി പോലെ, ഒരു താല്പര്യം പോലെ, ഒരു ഇഷ്ടം പോലെ ഈ പറഞ്ഞ ഒരു പുതിയ ടെക്നോളജിയുടെ വരവ് കൊണ്ടും നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളുടെ അനുഭവമാണ്. വായിക്കുക എന്ന് പറയുന്നിടത്ത് പിന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മലയാളിയുടെ ത്വര, അവൻ്റെ ഇഷ്ടം, അവൻ അതിനോടുള്ള ആഭിമുഖ്യം വളരെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇടക്കാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള പ്രസാധക സംഘങ്ങളുടെ ഒരു വലിയ നില പരിശോധിച്ചാൽ പോലും നമുക്കത് മനസ്സിലാകും. അത്രയേറെ പുസ്തകശാലകൾ കൂടുകയും പുസ്തക പ്രസിദ്ധീകരണങ്ങൾ വർദ്ധിക്കുകയും ബുക്ക് ഫെയറുകൾക്ക് ഒരു കാലത്തുമില്ലാത്ത പ്രാധാന്യം ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലമാണ്. പിന്നെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, വായിക്കുന്നത് ഏതാവണമെന്ന് തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ സമദാന സാഹിബിനോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വായിക്കുക എന്ന് പറയുന്നത്, വായിക്കാനുള്ള നമ്മളുടെ പിന്നെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ സമയം, നമ്മൾക്കതുകൊണ്ട് കിട്ടാവുന്ന ഒരു റിസൾട്ട്, ഇങ്ങനെയൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ പണ്ട് പുസ്തകം കിട്ടാൻ ലൈബ്രറികളുടെ മുമ്പിൽ പോയി കാത്തിരുന്ന കാലത്തിൽ നിന്ന് മാറി പുസ്തകങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാനുണ്ട്. ഏത് വായിക്കണം, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിലുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഇന്ന് നമ്മളുടെ ഈ രംഗത്തുള്ളൂ. ഏതായാലും അതിമനോഹരമായ ഒരു ഉത്തരവാദിത്തമാണ് ബഹുമാന്യനായ നവാസ് പൂനൂർ നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും ഒരിക്കലൂടെ പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായ ജിഹ്വ എന്നുള്ള നിലക്കല്ലായിരുന്നു ചന്ദ്രിക. ഒരു കാലത്ത് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ, ഒരു നാട്ടിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളെയും പിന്നെ എടുത്തു ധരിച്ചിരുന്ന, ഉൾക്കൊണ്ടിരുന്ന ഒരു വികാരമായിരുന്നു ചന്ദ്രിക എന്ന് പറയുന്നത്. ഇപ്പോഴും അത് നിർത്താതെ ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഇടയിൽ അപങ്കുരം ഇങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചരിത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊരു പുസ്തകമാക്കി എഴുതാൻ പ്രിയപ്പെട്ട നവാസ്ക നടത്തിയിട്ടുള്ള ഈ പരിശ്രമത്തെ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ടും, ഇത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഈ രംഗത്തെ ഒരു മികച്ച ഗ്രന്ഥമായി മാറുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥി നമ്മുടെ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സൗമ്യത കൊണ്ട്
ഏത് വെയിലത്തും പച്ചില പൂക്കുന്ന സ്നേഹമരമാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ. എന്നും കഴുകി വെച്ച ഒരു പാത്രം പോലെ സംശുദ്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തിളങ്ങുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ പൊതുജീവിതത്തിൽ തൻ്റെ സൗമ്യ സാന്നിധ്യം കൊണ്ട്, അറിവ് കൊണ്ടും നിലപാട് കൊണ്ടും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യയിൽ എവിടെയും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവ്, ഒരു നല്ല രാഷ്ട്രീയ അധ്യാപകൻ, ഇങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ മുഖ്യ അതിഥി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പ്രിയമുള്ള നമ്മുടെ സ്റ്റേജിൽ ഇപ്പോൾ ഉപേക്ഷിതരായിരിക്കുന്ന സമ്മന്നരായ നമ്മുടെ നേതാക്കൾ, പ്രിയങ്കനായ മുനീർ സാഹിബ്, അതുപോലെ അബ്ദുൽ സമദ് ഉസ്മാനി സാഹിബ്, ഇനിയും മറ്റു പലരും എത്താനുണ്ട്. എല്ലാവരുടെയും പേരുകൾ നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് വിശദമായി വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം ആളുകൾ ഇനിയും സംസാരിക്കാനിരിക്കുകയാണ്. നല്ലൊരു പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നവാസ് പൂനൂർ രചിച്ച ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകം നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. എത്രയോ പുസ്തകങ്ങളുണ്ട്, എത്രയോ എഴുത്തുകാരുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ ചരിത്രം ഒരു വലിയ വഴിത്തിരിവായി തീരുന്നതിൻ്റെ ഏറ്റവും ശോഭനമായ ഒരു ചിത്രമാണ് ചന്ദ്രികയ്ക്ക് അവതരിപ്പിക്കാനുള്ളത്. വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനാണ് നവാസ് പൂനൂർ. എങ്കിലും ഞാൻ വിചാരിക്കുന്നു ചന്ദ്രിക പിന്നിട്ട വഴികൾ, അത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, അവയെല്ലാം എത്ര കരവിരുതുള്ള, എത്രയോ രചനാ സൗകുമാര്യമുള്ള ഏതൊരു എഴുത്തുകാരനും എഴുതിയാൽ പോലും പൂർത്തിയാകാൻ കഴിയാത്ത അത്ര ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ്. ചന്ദ്രികയുടെ വളർച്ചയും വികാസവും ഒരു ജനതയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചിത്രമാണ്. ഇന്ന് മാധ്യമലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, മാധ്യമലോകം മാത്രമല്ല, വർത്തമാനകാലത്തിലെ സംഭവവികാസങ്ങൾ മുഴുവനും ചന്ദ്രിക വഹിച്ച പങ്കിനെ താരതമ്യപ്പെടുത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ ചന്ദ്രിക കുടുംബത്തിലെ ഒരംഗമായി എന്നതിൽ നമുക്ക് അഭിമാനം തോന്നും. അത്രയ്ക്ക് ഉജ്ജ്വലമായ പടവുകളാണ് ചന്ദ്രിക ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കാലം വളരെ മാറ്റം വന്നു. ഇന്ന് എഴുത്തുകാരാവട്ടെ, പുസ്തകമാകട്ടെ, സിനിമയാകട്ടെ, മറ്റേത് കലാസൃഷ്ടിയാകട്ടെ, എല്ലാം വിലക്കിന് വിധേയമായി നിൽക്കുകയാണ്. ഒരു സിനിമയിൽ തങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ഭാഗം വന്നാൽ സെൻസർഷിപ്പ് കഴിഞ്ഞു പോകുന്നതാണെങ്കിലും ചിലവരുടെ മനസ്സിലെ സെൻസർഷിപ്പ് മാറാത്ത കാലത്തോളം അതിനെതിരെയുള്ള യുദ്ധം നടക്കുകയാണ്. പുസ്തകങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇന്ന് ജയിലിൽ കിടക്കുന്ന പല ആളുകൾ ഈ മണ്ഡലത്തിൽ, ഈ കരുതൽ തടങ്കലിൻ്റെ ആളുകളായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ എഴുത്തുകാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, പാട്ടുപാടിയ കുട്ടികളുണ്ട്, കലാകാരന്മാരും കലാകാരികളുമുണ്ട്. എന്താ കാരണം? ഈ രചനയെല്ലാം തന്നെ ഭരിക്കുന്നവരുടെ അവർക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങളാകാത്തതിൻ്റെ കുറ്റമാണ് അവർ പേറുന്നത്. അങ്ങനത്തെ ഒരു കെട്ടകാലം എന്ന് സാഹിത്യകാരന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോന്നിൻ്റെയും കൂടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ വിധി എഴുതുന്ന ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിയാൽ തോന്നും ചന്ദ്രികയെ പോലെ മറ്റാരുണ്ട് എന്ന ചിത്രം. അവിടെയാണ് ചന്ദ്രിക പ്രസക്തമാകുന്നതും ഒരു നല്ലൊരു എഴുത്തുകാരൻ തൻ്റെ ഭാവനയിലൂടെ ചന്ദ്രികയെപ്പറ്റി വരച്ച് കാണിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പണ്ട് കുറച്ച് പത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ പുതിയ എഴുത്തുകാരൊന്നും ഇപ്പോഴത്തെ സംഗതി, ഇപ്പം തന്നെ ചില ആളുകളൊക്കെ പുതിയ എഴുത്തുകാരൊക്കെ വന്ന് ഏതെങ്കിലും വലിയൊരു എഴുത്തുകാരനോട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നവരോട് എൻ്റെ ഒരു ശുപാർശ പറഞ്ഞിട്ട് അതിലൊന്നും അത് അവരോടൊരു അവതാരിക എഴുതി തരണമെന്ന് പറഞ്ഞാൽ ചിലർ പറയും അതിപ്പോൾ അങ്ങനെ അവതാരിക എഴുതാൻ പറ്റില്ല. അത് നമ്മൾ അത് അവർ പറയുന്നില്ല, പക്ഷെ അവരുടെ വാക്കുകളിലതാണ്. എൻ്റെ സ്റ്റാറ്റസിന് അതൊരു അവതാരിക എഴുതുക എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനൊരു കാലം അന്നുണ്ട്. പക്ഷെ ചന്ദ്രിക സ്റ്റാറ്റസ് നോക്കിയിട്ടേയില്ല. എഴുതി തെളിഞ്ഞവന് മാത്രമേ കോളം കൊടുക്കൂ എന്ന് ചന്ദ്രിക വാശി പിടിച്ചിട്ടേയില്ല.
നിങ്ങളെല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചവരാണ് ഞങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വാതായനങ്ങൾ നിങ്ങൾ വരുന്നതും കാത്തു നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ പത്രമാണ് ചന്ദ്രിക ദിനപത്രം. ചന്ദ്രിക ഒരിക്കലും ആരെയും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ഒരു വരി പോലും ഇതിന് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തവർ, എന്നാൽ അതിനുശേഷം സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയിട്ടുള്ളവർ, അത്തരക്കാർക്ക് ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാൽ ആദ്യമായി കോളം എഴുതുന്ന ചെറിയ ആളുകൾക്ക് കോളം കൊടുത്ത പത്രമാണ് ചന്ദ്രിക. മാത്രമല്ല, ചന്ദ്രികയിൽ ഈ കാലം വരെ വന്നിട്ടുള്ള ആളുകളുടെ ലേഖകന്മാരുടെ പേര് വിവരവും അവരുടെ രാഷ്ട്രീയ മേൽവിലാസവും അവരുടെ മറ്റ് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ വിവേചനത്തിൻ്റെ മാനദണ്ഡം ഒരിക്കലും ചന്ദ്രിക എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനധികം പറയണം, ചന്ദ്രികയുടെ ഒരു എഴുത്തിൻ്റെ ഫലമായി, ചന്ദ്രികയുടെ ലേഖനത്തിൻ്റെ ഫലമായി ഒരു എറുമ്പ് അടിക്കുന്ന വേദന പോലും ഈ രാജ്യത്ത് ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ചന്ദ്രിക നിങ്ങൾ കലയിപ്പിച്ചിട്ടില്ല. ചന്ദ്രിക എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു. മലയാളക്കരയിൽ ചന്ദ്രിക കൊടുത്തതുള്ള സ്വാതന്ത്ര്യം ചന്ദ്രിക ദിനപത്രം CH-ൻ്റെ കാലഘട്ടത്തിൽ, ആ ദിനപത്രത്തിൽ എഴുതുവാൻ വേണ്ടി അദ്ദേഹം വളരെ വലിയ തോതിലുള്ള അപേക്ഷ നടത്തിയിട്ട് കൊണ്ടുവന്ന ലേഖനങ്ങൾക്ക് പരിശോധിച്ചാൽ അവർ പിന്നെ വന്ന് വളരെ വലുതായി. SK പൊറ്റക്കാടിനെ പറ്റി ഒരു സംഗതി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം CH-ൻ്റെ എന്ത് വേണം, ഞാൻ ഒന്നും വേണ്ട, ഒരു നോവൽ എഴുതി തന്നാൽ മതി ചന്ദ്രിക എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രിക എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഹൃദയം പരിശുദ്ധമായിരുന്നു. നവാസ് പൂനൂർ ആ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആ സ്വഭാവത്തിൽ പിന്നെ നവാസ് പൂനൂർ ഏത് കാലഘട്ടത്തിലും നേതാക്കന്മാരുടെ കൂടെ നടന്ന ഒരാളാണ്. അത് എഴുത്തുകാരനോ വിശകലനം നടത്തുന്ന ആളോ ആയിട്ടല്ല. ചന്ദ്രിക ഉറ്റ സുഹൃത്തുക്കൾ CH-ന് തുടങ്ങിയിട്ട് ആ ജനറേഷനിലും അതിൻ്റെ മുമ്പൊക്കെയുള്ള നേതാക്കന്മാരുടെ കൂടെ നടന്ന് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഈ വരികളിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവനയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. അത് ഒപ്പിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് ഈ പുസ്തകത്തെ ഗൗരവമുള്ളതാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ രചന എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം നിർവഹിച്ച എൻ്റെ പ്രിയ സ്നേഹിതനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. താങ്ക് യു സാർ. അടുത്തായിട്ട് 2 വാക്ക് സംസാരിക്കാൻ വനിതാ ലീഗിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂറുദ്ദീൻ റഷീദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ നേതൃനിരയിലുള്ള നേതാക്കന്മാരെ, ഗ്രന്ഥകാരൻ നവാസ് പൂനൂർ തുടങ്ങി സദസ്സിലെ സഹോദരി സഹോദരങ്ങളെ, ഒരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നതും എനിക്ക് പറയുവാനുള്ളതും വർഷങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥകാരനായ നവാസ് പൂനൂറും ഇന്ന് ചരിത്രം എഴുതുന്ന ചന്ദ്രികയുടെ ചരിത്രം, ആ ചന്ദ്രികയുമായും എനിക്കുമുള്ള ഒരു ബന്ധത്തിനെ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അഭിഭാഷക പ്രവൃത്തിയിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഇന്നത്തെ നവാസ് പൂനൂറിൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത അദ്ദേഹത്തിൻ്റെ പിതാവ് മജിസ്ട്രേറ്റായി റിട്ടയർ ചെയ്ത കാലമായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയും കോഴിക്കോട് ബാറിൽ ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കോഴിക്കോട് ബാറിൽ എത്തിച്ചേർന്ന എന്നെ ആ മഹാനായ മജിസ്ട്രേറ്റായിരുന്നു ചന്ദ്രികയിൽ എഴുതി തുടങ്ങണമെന്നെന്നോട് ആവശ്യപ്പെട്ടതും. രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ഒന്നുമല്ലാത്ത എന്നെ ചന്ദ്രികയിലൂടെ നീതി ന്യായ വ്യവസ്ഥിതിയിലെ കോളങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് ആദ്യമായി എഴുതി തുടങ്ങിയത് ചന്ദ്രികയിലായിരുന്നു. ചന്ദ്രികയിൽ നിന്നും ചെറിയൊരു ഹോണററിയും അന്ന് എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങ് പൊതുരംഗത്തും പാർട്ടിയിലൊക്കെ വന്നപ്പോഴും ചന്ദ്രികയിൽ വളരെ നന്നായി പ്രതിഫലം വാങ്ങാതെ എഴുതിക്കൊണ്ടിരുന്നു. കൂടുതലായി പ്രസംഗിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട ഞാൻ ബഹുമാനിക്കുന്ന ഗ്രന്ഥകാരൻ
നവാസ് പൂനൂറിനും ഈ പുസ്തകം വരുന്ന തലമുറകൾക്കുള്ള ഒരു റിസർച്ച് ഗൈഡായി മാറാൻ പോവുകയാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ഇനി ഇതിന് ക്ഷണിച്ചതിന് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളാൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. താങ്ക് യു മാം. അടുത്തായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സൈനുൽ ആബിദീൻ, മാനേജിംഗ് ഡയറക്ടർ, സഫാരി ഗ്രൂപ്പ്. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സമുന്നതരായ കേരള സമൂഹത്തിൻ്റെ ലീഡേഴ്സ്, ആദരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ സദസ്സിലുമുള്ള ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ചന്ദ്രികയുടെ ഒരു ചരിത്രമാണ് ഇന്നിവിടെ നമുക്ക് റിലീസ് ചെയ്യുന്നത്. ഒന്നുമല്ലാത്തൊരു കാലഘട്ടം, ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പത്രം, ഞാൻ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ താമസിക്കുന്ന പെരിങ്ങത്തൂരിനടുത്ത് മത്തിപ്പറമ്പിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വാപ്പാക്ക് വേണ്ടി മേക്കുന്നിൽ പോയി രാവിലെ 5:30 കാത്തു നിന്ന് വാങ്ങുമായിരുന്നു. പക്ഷേ അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പ്രിൻറ്റിങ്ങൊന്നും അത്രയും ക്ലാരിറ്റി ഇല്ല എങ്കിലും അത് ദിവസവും കിട്ടേണ്ടത് ഒരു അനിവാര്യമായിരുന്നു. ചില ദിവസങ്ങളിൽ സൈക്കിൾകാരൻ കടന്നു പോയെങ്കിൽ അന്ന് വാപ്പാൻ്റെ ദേഷ്യം കേൾക്കണമായിരുന്നു. പിന്നീട് നമ്മളൊക്കെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടി വളർന്നു വരുമ്പോഴാണ് അന്ന് ഇങ്ങനെ ഒരുപക്ഷെ ഒരക്ഷരങ്ങൾ നിരത്തി വെക്കാൻ പോലും കപ്പാസിറ്റിയുള്ള ആളുകളില്ലാത്തൊരു സമൂഹത്തിൽ ഇന്നും അത് 16 വയസ്സിൻ്റെ പ്രാധാന്യം കൽപ്പിക്കുന്ന പേര് ഇന്നിപ്പോൾ ഈ സമൂഹത്തിൽ പത്രങ്ങൾ വരുമ്പം സുപ്രഭാതമെന്നോ വർത്തമാനമെന്നോ ഒക്കെ പേര് നൽകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്തയൊക്കെ വരും. അന്ന് എല്ലാ നിലയിലും സ്വീകരിക്കപ്പെടുന്ന ഒരു പേരോടുകൂടി ആരംഭിച്ച പത്രത്തിൻ്റെ ഒരുപാട് നാൾ വഴികളാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. പ്രിയപ്പെട്ട നവാസ് പൂനൂർ, ഇവിടെ ഇരിക്കുന്ന ET ആയിരുന്നാലും സദസ്സിരിക്കുന്ന മാനു സാഹിബും MC വടകരയൊക്കെ, അവർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാൻ. ഇവിടെ കേരളം ഭരിച്ച പാർട്ടികളുടെ പത്രങ്ങൾ പോലും 10 വർഷത്തോളമൊക്കെ നിർത്തിപ്പോയിട്ടും ചന്ദ്രിക ഒരു ദിവസം പോലും നിർത്താതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഈ സമൂഹത്തിന് എന്നുള്ളത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി യുഗത്തിൽ ജീവിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന യുവത ഓർക്കേണ്ട ഒരു സംഭവമാണ് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. കാരണം അന്ന് ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിനും, രാഷ്ട്രീയ പാർട്ടിക്കും മഹല്ലുകൾക്കും മതസംഘടനകൾക്കും എല്ലാവരുടെയും കാര്യം പറയാൻ ഒരു ചന്ദ്രിക മാത്രമേ ഉണ്ടായുള്ളൂ. എന്ന് മാത്രമല്ല, അന്ന് CHൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു പയ്യൻ ചന്ദ്രികയിൽ ഒരു ജോലിക്ക് വരികയുണ്ടായി. കേവലം നിസ്സാരമായൊരു ശമ്പളം 150 രൂപക്ക്. അതാണ് നവാസ് പൂനൂർ. അങ്ങനെ വന്ന നവാസ് അവിടുന്ന് എഡിറ്ററായിട്ടാണ് പിരിഞ്ഞെങ്കിലും അതിനുശേഷം വേറൊരു പത്രത്തിൻ്റെ മാനേജിങ് എഡിറ്ററായെങ്കിലും ചന്ദ്രികയുടെ ചരിത്രം ഈ കാലഘട്ടത്തിൽ വരച്ച് കാണിക്കാൻ തയ്യാറായി എന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട. അതിന് സഹകരിച്ച വലിയ ബുക്സും മുനീർ സാഹിബും ഒക്കെ ഉള്ള എല്ലാവരെ സംബന്ധിച്ചും പറയുമ്പോൾ അത് ഇന്നത്തെ തലമുറക്ക് അത് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതായത് വായന ശീലം കുറഞ്ഞ് എന്നൊക്കെ പറയുമ്പോഴും ഞാനത് വിശ്വസിക്കാറില്ല. കാരണം ഇന്നലെ രാത്രി കേട്ടറിഞ്ഞ വാർത്തയും ഇന്ന് വായിച്ചറിയാൻ താല്പര്യമുള്ള സമൂഹമായിട്ടാണ് കാണുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ധാരാളം നേതാക്കൾ ചെന്നിത്തല ഉൾപ്പെട്ട് പ്രഗത്ഭരോട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. താങ്ക് യു സൈനുൽ ആബിദീൻ സാർ. അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് ദീപക് ധർമ്മടം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ, 24 ന്യൂസ്, ഫ്ലവേഴ്സ് TV ചാനലുകളിൽ മാത്രമാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടുവരാറുള്ളത്. ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ് ദീപക് ധർമ്മടം.
ഞാൻ ആദ്യം പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നവാസ്കയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാനായിരിക്കുന്നു. വേദിയിൽ രമേശ്, മുതിർന്ന നേതാക്കളും എന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നവാസ്കയുടെ ഒരു പ്രത്യേകത, നവാസ്കയുടെ സുഹൃത്തുക്കൾ പ്രായം ചെന്ന ഈട്ടി മുതൽ ചെറുപ്പക്കാരായ ലുക്കുമാനും ഞാനും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇതിലും ചെറുപ്പക്കാരുണ്ട്. എല്ലാ ജനറേഷനുമായും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ സൗഹൃദം വയ്ക്കുന്ന, സൗഹൃദം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കണ്ടാൽ ഹായ് പറയുന്ന, സലാം ചൊല്ലുന്ന സൗഹൃദമല്ല, അതിലപ്പുറത്തേക്ക് കൃത്യമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് നവാസ്ക. ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരുന്ന മലപ്പുറത്തു നിന്നാണ്, മഞ്ചേരിയിൽ നിന്നാണ്. അപ്പം ഞാൻ നവാസ്കയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, നവാസ്ക ഞാൻ വരണോ? ആന്താടോ അങ്ങനെ ഒരു ചോദ്യം? വരണം. ഇത് ഇങ്ങനെ നവാസ്ക പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ ഹാളിൽ ഇത്രയും പേരെത്താനുള്ള കാരണം നവാസ്കയോടുള്ള സൗഹൃദം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. സദസ്സിൽ നിന്ന് തന്നെ തലയാട്ടുന്നുണ്ട്. ഈ സൗഹൃദം അദ്ദേഹത്തിന് ചന്ദ്രികയിലെ അവിടെ പ്രസ്സിലുള്ള ജീവനക്കാർ മുതൽ അന്നത്തെ കാലത്തെ മുതിർന്ന നേതാക്കൾ പാണക്കാട് ശിഹാബ് തങ്ങളുമായി വരെ ഒരേ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിതിന് നേരിട്ട് സാക്ഷിയായതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ അന്ന് ആ കാലത്ത് വളർന്നു വരുന്ന ലുക്മാൻ, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ എഡിറ്റർ കമാൽ വരദൂർ, ഇവരോടൊക്കെ ഒരേപോലെ സൗഹൃദം തുടരുന്ന സമയത്ത് EMS സാഹിബ് ഒരു പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ കാര്യത്തിന് ആലോചിക്കാൻ നവാസ് പുനൂരിനെ വിളിക്കും. ഞാനിത് നേരിട്ട് പലതിനും സാക്ഷിയായ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. അപ്പം നവാസ്കയുടെ എഴുത്ത് ഒരുപക്ഷെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ, മനസ്സിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള ഭാഷയാണ് നവാസ്കയുടെ. നവാസ്ക അത് ചന്ദ്രിക പത്രത്തിലായാലും മഹിളാ ചന്ദ്രികയിലായാലും വാരികയിലായാലും അത് കഴിഞ്ഞ് സുപ്രഭാതത്തിൽ പോയതിനു ശേഷം അവിടെ എഴുതിയ എഡിറ്റോറിയലുകളൊക്കെ നവാസ്കയുടെ ലാംഗ്വേജ് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ മാധ്യമപ്രവർത്തകർ ഈ ബൈലൈൻ ഇല്ലാത്ത ഐറ്റങ്ങൾ, സ്റ്റോറികളെ കണ്ടെത്തുക ലാംഗ്വേജ് നോക്കിയിട്ടാണ്. ഇത് NP രാജേന്ദ്രൻ്റെ ഐറ്റമാണ്. NP രാജേന്ദ്രേട്ടൻ എഴുതിയതാണ്. ഇത് നവാസ് പൂനൂർ എഴുതിയതാണ്. ഇത് KM മോഹൻദാസ് എഴുതിയതാണ്. ഇങ്ങനെ PP അബൂബക്കർ എഴുതിയാണ്. ഭാഷ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാധ്യമപ്രവർത്തകർക്ക്. അപ്പം നവാസ്കയുടെ ഭാഷയുടെ ഒരു പ്രത്യേകത, ഇത്രയും ഈ സൗഹൃദം സൂക്ഷിക്കുന്ന ആളുടെ ആ സഹൃദയത്വം, ആ സൗഹൃദം ഭാഷയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പോളിസിയും പൊതുവെ ഒരു മൃദു സ്വഭാവത്തിലാണ്. ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഒരു കാവലാളാവുന്ന ഒരു പത്രം, ആ പത്രത്തിന് മതേതരമായ നിലപാടെടുക്കാൻ പറ്റുന്നു. ചന്ദ്രിക ഇതുവരെ മതേതരമല്ലാത്തൊരു നിലപാടെടുത്തിട്ടില്ല. അവിടെയാണ് ഒരുപക്ഷെ ഈ ചന്ദ്രികയിലേക്ക് ഞാൻ നവാസ്കയിൽ നിന്ന് എത്തുമ്പോൾ ചന്ദ്രികയെ വ്യത്യസ്തമാക്കുന്നത്. ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് ചന്ദ്രിക കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന പത്രമാണ്. പക്ഷേ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും, മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോഴും, ലീഗിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴും അത് ഇതര മതസ്ഥർക്ക് എതിരാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ നാട്ടിലെ മതേതരത്വത്തെ തകരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത ചന്ദ്രിക പുലർത്താറുണ്ട്. അതൊരു പക്ഷേ എൻ്റെ നാട്ടിൽ നിന്നാണ് ചന്ദ്രിക പിറന്നത്. ഞാൻ ഇന്നലെ രാത്രി നവാസ്കയോട് സംസാരിക്കുമ്പോൾ നവാസ്ക പറഞ്ഞ്, ഈ ചന്ദ്രിക തറവാട്, അതായത് ആ നാട്ടിൽ നിന്ന് വരുന്ന ആളാണ് ദീപക്, അതുകൊണ്ട് തലശ്ശേരിയിൽ നിന്നാണ്, അതായത് ആബിദ്ക്കൊക്കെ കൃത്യമായിട്ട് അറിയാം, ആബിദ്ക്കയുടെ നാടാ, തലശ്ശേരിയിൽ നിന്നാണ് ചന്ദ്രിക പിറവിയെടുക്കുന്നത്. വഹാബ്ക്ക് എത്തി ചന്ദ്രിക നന്നാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഡയറക്ടറാണ്. ആ ശ്രമം കുറേ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ തലശ്ശേരിയിൽ നിന്ന് പിറവിയെടുത്ത് പിന്നെ കോഴിക്കോടേക്ക് മാറുന്നു. തലശ്ശേരി മുതലുള്ള യാത്ര ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ സഹനമാണ്. ഇവർക്കൊന്നും ഈ മാനിസാന പേജ് ബോർഡ് അല്ലെ വലിയ ശമ്പളമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആത്മാർത്ഥത കൊണ്ട്, ആ പത്രത്തോടുള്ള, ആ കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തോടുള്ള അടുപ്പം കൊണ്ട് അതിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോയ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ. അപ്പോൾ ചന്ദ്രികയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ മാതൃഭൂമി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേശാഭിമാനി കഴിഞ്ഞാലുള്ള മാധ്യമങ്ങൾ, ആ ഒരു ശ്രേണിയിൽ വരുന്ന മാധ്യമങ്ങളിൽ ആ തലത്തിലുള്ള മാധ്യമത്തിൻ്റെ ഒരു ചരിത്രമാണ്. അത് കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രം, തലശ്ശേരി മുതൽ, അതും നിർണായകമായ നിരവധി കാലഘട്ടം, അടിയന്തരാവസ്ഥയ്ക്കും ഏറെ മുൻപ് പിറവിയെടുത്ത ചന്ദ്രിക, സ്വാതന്ത്ര്യ സമരത്തിന് മുന്നും ഏറെ മുൻപ് പിറവിയെടുത്ത ചന്ദ്രിക, ഓരോ നിർണായക ഘട്ടത്തിലും എന്ത് നിലപാടെടുത്തു എന്നുള്ളതും ഈ നവാസ്കയുടെ പുസ്തകത്തിൽ ഉണ്ട്. ഞാൻ ആ പുസ്തകം, നമ്മൾ മാധ്യമപ്രവർത്തകർ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് വായിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. നവാസ്കയുടെ പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കുറച്ച് പേജ് എനിക്ക് കിട്ടിയുള്ളൂ, നവാസ്ക തന്നില്ല ബാക്കി. അതിൽ MN കാരശ്ശേരിയാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. അതിൻ്റെ മുഖമൊഴി എഴുതിയിരിക്കുന്നത്, അവതാരിക എഴുതിയിരിക്കുന്നത്. അവതാരികയിൽ കാരശ്ശേരി മാഷ് ചോദിക്കുന്ന ചോദ്യം ആദ്യ വരി ഇതാണ്:
ഞാൻ എന്തുകൊണ്ട് ചന്ദ്രികയുടെ ചരിത്രത്തിന് എഡിറ്റോറിയൽ എഴുതണം? കാരശ്ശേരി മാഷ് അടുത്ത വരിയിൽ പറയാണ്, ഞാനൊരു ലീഗുകാരനല്ല, പക്ഷേ ചന്ദ്രികയുടെ ചരിത്രത്തിന് ഞാൻ എഡിറ്റോറിയൽ എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ചന്ദ്രികയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിന് അത്രയും ഗുണകരമായതായിരുന്നു എന്നുള്ളതാണ്. ഇത് കാരശ്ശേരി മാഷയുടെ വാക്കുകളാണ്. ഒരുപക്ഷെ ചന്ദ്രികയിൽ ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ ചന്ദ്രിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാത്ത ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം നവാസ്കയോടുള്ള അടുപ്പവും ചന്ദ്രിക പൊതുസമൂഹത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ചരിത്രം, ഈ ഗ്രന്ഥവും ആ നിലയിലായിരിക്കും അടയാളപ്പെടുത്തുക. നവാസ്കയുടെ ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് VM ഇബ്രാഹിം, എഡിറ്റർ, മാധ്യമ. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലെ സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു മഹാപ്രസ്ഥാനമായി വളർന്ന ചന്ദ്രികയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന, അത് തലമുറകൾക്കിലേക്ക് പകർന്നു കൊടുക്കുന്ന വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നേരത്തെ A.T. മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, സിനിമ, പുസ്തകങ്ങൾ, രചനകൾ തിരുത്തുക മാത്രമല്ല, തുടച്ച് മായ്ച്ചു കളയുക എന്ന് പറയുന്ന ഹീന പ്രവൃത്തി ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ യശോധാവള്യം നിറഞ്ഞ പാരമ്പര്യത്തിൻ്റെ ആ ചരിതം രേഖപ്പെടുത്തുവാനുള്ള ശ്രമകരമായൊരു ദൗത്യം ശ്രീ നവാസ് പൂനൂർ ഏറ്റെടുത്തിട്ടുള്ളത്. നവാസ്കയുടെ ഈ ശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചന്ദ്രിക എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്നതിൻ്റെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന പരിച്ഛേദം കൂടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സ് എന്ന് പറയാൻ കഴിയും. ഗുരുതുല്യരായി മാധ്യമരംഗത്ത് നമ്മൾ ഏറെയധികം ആദരിക്കുന്ന സമാദരണീയ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അത്യസാധാരണമായ പ്രതികൂല കാലാവസ്ഥയിലും രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം അതിസങ്കീർണമായ ഘട്ടത്തിൽ വളരെ നട്ടെല്ല് നിവർത്തി പറയുകയും അവരുടെ ശബ്ദം കേൾക്കാൻ ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ സമൂഹത്തിൽ കേൾപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ച ആളുകളുണ്ട്. അച്ചടി മാധ്യമത്തിൻ്റെയും അതുപോലെ മാധ്യമങ്ങളുടെയും ഒക്കെ വൃദ്ധി ക്ഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു നൂറ്റാണ്ടെടുത്ത കാലത്തോളം മാധ്യമരംഗത്ത് സജീവമായി നിന്ന ചന്ദ്രിക ഒരു വലിയ വിസ്മയം തന്നെയാണ്. കേരളത്തിൽ ഒരു കാലത്ത് എഴുത്തുകാരായി വളർന്നു വന്ന ആളുകൾ, അതുപോലെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പേരെടുത്ത ആളുകൾ, ഇവർക്കെല്ലാമുള്ള പരിശീലന കളരിയായി ചന്ദ്രിക മാറുകയുണ്ടായി. ഇതുമായി ഈ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന, ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ ഒരു ശുഭ മുഹൂർത്തത്തിൽ ഈ പരിപാടിയിൽ സംസാരിക്കാൻ ക്ഷണിച്ചതിന് നവാസ്കയോടുള്ള ഒരു നന്ദി കൂടിയുണ്ട്. കാരണം ഇത് എനിക്ക് വ്യക്തിപരമായ ഒരു കൃതജ്ഞതാ പ്രകടനത്തിനുള്ള അവസരം കൂടിയാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു ലേഖനം പ്രകാശിപ്പിക്കുന്നത് ചന്ദ്രിക ദിനപത്രമാണ്. മെയ് 1987 മെയ് 18 ഞാൻ ഇന്നും ഒരു നിധിയായി എൻ്റെ ഗ്രന്ഥശേഖരത്തിൽ, എൻ്റെ ശേഖരത്തിൽ ഞാൻ ആ പത്രത്തിൻ്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ഇവിടെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ പറയാൻ ഉണ്ടാകും. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സുഹൃതികൾക്ക് പടച്ചതമ്പുരാൻ നൽകിയ ഒരു വലിയ വരദാനമാണ് എന്ന് തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. പടച്ചതമ്പുരാൻ അവരെ ആ മൺമറഞ്ഞു പോയ
ഇതിന് വിത്തുപാകിയ, ഇതിനെ വളർത്തിയെടുത്ത മഹാമനീഷികളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ ചന്ദ്രികയുടെ ചരിത്രം വിശദമായി തന്നെ അതിൻ്റെ ഓരോ കാലത്തും അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ചന്ദ്രികയോടൊപ്പം നടന്ന നവാസ് പൂനൂർ അത് രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. കേരളത്തിലെ മാധ്യമ വിദ്യാർത്ഥികൾക്കും മാധ്യമ പഠനരംഗത്തും ഒരു നല്ല റഫറൻസ് പുസ്തകമായിരിക്കും. ഈ സേവനം വിലമതിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ അതിഥികളെ, ചന്ദ്രികയെക്കുറിച്ച് സത്യത്തിൽ മുസ്ലിം ലീഗുകാരല്ല പറയേണ്ടത്. ചന്ദ്രിക പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകളും പൊതുസമൂഹവുമാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത്തരം വിലയിരുത്തലുകൾ നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. 90 വർഷത്തെ സുദീർഘമായ സേവന പാരമ്പര്യം മലയാളികളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ എഴുത്തും വായനയും പഠിപ്പിച്ചത് ചന്ദ്രികയാണ്. സത്യത്തിൽ ചന്ദ്രിക വായനയിലൂടെയാണ് മുസ്ലിം സമുദായം അക്കാലത്ത് വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന മുസ്ലിം സമുദായം വായന തുടങ്ങാനും അതിന് പ്രേരണയാകാനും ഒക്കെ സാധിച്ചത് ചന്ദ്രികയിലൂടെയാണ്. ആദരണീയനായ സിദി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സത്താർ സുർ സാഹിബും KE കുടുംബത്തിലെ കാരണവന്മാരും എല്ലാം കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനം, അത് വളർന്ന് വലുതായി ഇന്ന് അഭംഗുരം തുടരുകയാണ്. ഒരു കാലഘട്ടത്തിൽ പോലും അത് നിർത്തേണ്ടി വന്നിട്ടില്ല. ഒരു കാരണവശാലും അതിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങേണ്ടി വന്നിട്ടില്ല. നല്ല നഷ്ടമുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ ഒരുപാട് പരാധീനതകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അത് നിർത്താതെ സമുദായം അതിന് താങ്ങായി വർത്തിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇതൊരു അനിവാര്യതയാണ്. കേരളീയ മുസ്ലിം സമുദായം ഇന്ന് എന്തൊക്കെ പുരോഗതിയിലേക്കും നേട്ടങ്ങളിലേക്കും വികാസത്തിലേക്കും വന്നെത്തിയോ അതിൻ്റെ മുഴുവൻ അടിത്തറ, ബേസിക് ചന്ദ്രികയാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു തരിമ്പ് പോലും അതിശയോക്തിയില്ല. നിങ്ങൾക്കറിയാം, പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾക്കും പൊതുവാർത്തകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ അവഗണിക്കപ്പെടുന്ന ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായി ഗർജിക്കാൻ, അത് ആദരണീയനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലഘട്ടം മുതൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന ആ പാന്താവിലൂടെ അതിലെ പുതിയ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ കടന്നു വരികയാണ്. ഒരു വലിയ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ ആളുകളുടെ, സമൂഹം അംഗീകരിക്കുന്ന ജേർണലിസം രംഗത്ത് കുലപതികളാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച വലിയ ഒരു നിരയെ തന്നെ ചന്ദ്രികയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അത് ചന്ദ്രിക എന്താണോ ചന്ദ്രിക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് പൂർണ്ണമായും നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആ സന്ദേശം ഭരണഘടനാദത്തമായ ന്യൂനപക്ഷ പിന്നോക്ക അവകാശങ്ങൾ നിഹനിക്കപ്പെടുമ്പോൾ അത് ഭരണകൂട ഭീകരതയിൽ നിന്നാകുമ്പോൾ പോലും മടിച്ചു നിൽക്കാതെ അതിനെതിരെ ഗർജിക്കാനും പൊതുസമൂഹത്തെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമൊക്കെ എല്ലാ കാലത്തും ചന്ദ്രികയ്ക്കായിട്ടുണ്ട്. ആ പാന്താവിലൂടെ തന്നെയാണ് പുതിയ ചന്ദ്രികയുടെ സഹപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. ഏതായിരുന്നാലും ചന്ദ്രികയിലൂടെ ജീവിച്ചു വന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് പൂനൂർ, അദ്ദേഹത്തിൻ്റെ ചന്ദ്രികയുമായുള്ള ബന്ധം, ചന്ദ്രികയെക്കുറിച്ചുള്ള അദ്ദേഹത്തിനുള്ള അറിവും, അദ്ദേഹത്തിന് മുമ്പ് ചന്ദ്രിക വളർന്നു വന്ന, നിലനിന്ന, സ്ഥാപിക്കപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഇനി ചന്ദ്രിക മുന്നോട്ട് പോകേണ്ടുന്ന വഴികളെക്കുറിച്ചുമൊക്കെ ഒരു ബോധവൽക്കരണം നൽകുന്ന ഒരു പുസ്തകം, ഒരു കൃതി പുസ്തക രൂപത്തിൽ നമുക്ക് നൽകുകയാണ്. വളരെ സ്തുത്യർഹമായ
ഒരു സംവിധാനമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. KM സാഹിബ്, CP മമക്കോയി, സത്താർ സേട്ട് സാഹിബ്, AK കുഞ്ഞുമൊയ്ൻ ഹാജി എന്നിവർ വെള്ളവും വെളിച്ചവും നൽകി വളർത്തിയ ചന്ദ്രിക. നമ്മുടെ പ്രിയപ്പെട്ട നവാസ്ക കഴിഞ്ഞ 37 വർഷമായി ചന്ദ്രികയിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ഉമ്മർ പാണ്ടികശാല, സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ്. വേദിയിലെ നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുള്ള, അഭിമാനം തോന്നുന്ന ഒരു ചടങ്ങിലാണ് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത്, ചന്ദ്രികയിൽ ദീർഘകാലം ഒരുമിച്ച് ജോലി ചെയ്ത നവാസ് ചന്ദ്രികയുടെ 92 വർഷത്തെ ചരിത്രം നന്നായി ഈ പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. മുഴുവൻ വായിച്ചിട്ടില്ല, എന്നാൽ ഈ ചരിത്രം എഴുതി തുടങ്ങുന്ന നിമിഷം മുതൽ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ അതിൽ വരുന്ന കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്, സംശയങ്ങൾ തീർത്തിട്ടുണ്ട്. നിശ്ചയമായി ഞാൻ മനസ്സിലാക്കുന്നത് ചന്ദ്രികയുടെ 92 വർഷത്തെ ചരിത്രത്തിലെ നല്ലൊരു രേഖപ്പെടുത്തലായി ഇത് നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രകാശനം ചെയ്യേണ്ട ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളിതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ 92 വർഷത്തെ ചന്ദ്രികയുടെ നീണ്ട യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് നേരിട്ടിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി അത് ചെയ്ത ദൗത്യം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ നന്നായി വിശദീകരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ കലഹങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി ആ പത്രം അതിൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പോന്നിട്ടുണ്ട്. വർത്തമാനകാല സാഹചര്യം വെറുപ്പും വിദ്വേഷവും വളർത്തുമ്പോൾ അതെല്ലാം തന്നെ തമസ്കരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സംയമനത്തിൻ്റെ സന്ദേശമല്ലാതെ ചന്ദ്രിക ഒരു വരി പോലും എഴുതാറില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ചന്ദ്രികയെക്കുറിച്ച് നല്ല സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് പാർട്ടി അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ച ശേഷം ഞാനതിൻ്റെ പ്രവർത്തനങ്ങളുമായി നീങ്ങി ഇന്നൊരവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇന്ന് ചന്ദ്രിക നഷ്ടത്തിലല്ല. കേരളത്തിലെ പത്രങ്ങൾ, അതിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പത്രം ഇന്ന് വിതരണം ചെയ്യുന്നത് ചന്ദ്രികയാണ്. സർക്കുലേഷൻ്റെ കണക്കിൽ നമ്പർ 1 മലപ്പുറം ജില്ലയിൽ ഇന്ന് ചന്ദ്രികയാണ്. മറ്റ് ജില്ലയിലും നല്ല ക്യാമ്പയിനിലൂടെ അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിച്ചു വരികയാണ്. നല്ല ശോഭനമായ, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുയർത്തുന്ന, സമാധാനവും സ്വസ്ഥതയും നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നവാസിൻ്റെ ഈ ചരിത്ര പുസ്തകം ഇവിടെ സമർപ്പിക്കുന്നത് എന്നത് യാദൃശ്ചികമാണെങ്കിലും ഏറെ സന്തോഷമുളവാക്കുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ എഴുതിയ നവാസിനും അത് പ്രസിദ്ധീകരിച്ച ബഹുമാന്യനായ മുനീറിൻ്റെ സ്ഥാപനമായ ഒലിവിനും എല്ലാ ആശംസകളും നേരുന്നു. നിർത്തുന്നു. താങ്ക് യു സാർ. അടുത്തതായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് അനിൽ രാധാകൃഷ്ണൻ, സീനിയർ കോഓർഡിനേറ്റിംഗ് എഡിറ്റർ, മലയാള മനോരമ. വേദിയിലും സദസ്സിലുമുള്ള വളരെ പ്രിയപ്പെട്ടവരെ,
മലയാള മനോരമയുടെ ചാർജിലേക്ക്, കോഴിക്കോട് യൂണിറ്റിൻ്റെ ചാർജിലേക്ക് 6 മാസം മുമ്പാണ് ഞാനിവിടെ എത്തിയത്. അതിനുശേഷം പങ്കെടുക്കുന്ന ഒരുപക്ഷെ ഏറ്റവും വേദിയിൽ വലിയ താരങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായൊരു വേദിയിൽ ആദ്യമായിട്ടാവും ഞാൻ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 33 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്താണ് ഞാൻ പത്രപ്രവർത്തക ജീവിതം ആരംഭിക്കുന്നത്. അബുസാറിൻ്റെ കീഴിൽ അന്ന് അദ്ദേഹം ഇവിടെ ന്യൂസ് എഡിറ്ററായിരുന്നു. അന്ന് മാത്യു കദളിക്കാട് സാറായിരുന്നു മലപ്പുറം ബ്യൂറോയുടെ ചുമതലയുണ്ടായിരുന്നയാൾ. അന്ന് വലിയ സൗകര്യമൊന്നും അവിടെ ഇല്ല. ഇന്നത്തെ പോലെ ഒരു വലിയ യൂണിറ്റ് ഒന്നുമല്ല. ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ ഒരു മുറിയിലാണ്. തൊട്ടടുത്ത് ഞങ്ങളുടെ ബ്യൂറോ, അതിൻ്റെ തൊട്ടപ്പുറത്തെ മുറി ഒരു പ്രസവ മുറി. ഞങ്ങൾ തമാശയ്ക്ക് പറയാം, അവിടെ പ്രസവം, ഇവിടെ വാർത്ത എഴുത്ത്, അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടൊക്കെ മാത്യു കദളിക്കാട് സാറ് പുലർത്തിയിരുന്ന ബന്ധം, മലയാള മനോരമയും അവർക്കുണ്ടായിരുന്ന ബന്ധം, അതൊക്കെ നേരിട്ട് കാണാനും അനുഭവിക്കാനും എല്ലാം ഭാഗ്യം ലഭിച്ച് വളർന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അന്ന് MSFൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആ യോഗത്തിൽ ഒരു MLA ആദ്യം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത്, മറ്റ് സാമൂഹിക രംഗങ്ങളിൽ മുസ്ലിങ്ങൾ നേരിടുന്ന അപജയത്തെക്കുറിച്ച്, അല്ലെ തിരിച്ചടികളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുകയായിരുന്നു, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലൊന്ന് പോയി നോക്കണം, അവിടെ നമ്മുടെ പേരുള്ള ഒരാൾ പോലും ആ സ്ഥാനത്തില്ല, വേറെ ഒരാളെ കല്യാണം കഴിച്ച ഒരാളുടെ പേര് അത് മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് സംസാരിച്ചത് ഈ അഹമ്മദ് സാഹിബാണ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ IAS IPS ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഡൽഹിയിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളോളം പൈസ മുടക്കി അവിടെ താമസിച്ച് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ നമ്മുടെ സമുദായത്തിനും കഴിയണം. ഇല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഒരു കോരിത്തെരിപ്പോടു കൂടിയാണ് ഞാൻ കേട്ടത്. കാരണം നമ്മുടെ മനസ്സിലുണ്ട് ഉറച്ചുപോയ ഒരു തെറ്റായ വിശ്വാസത്തെ കൃത്യമായ വീക്ഷണത്തോടുകൂടി ഒരു മതത്തിന്, ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് നിർദ്ദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് ആ വേദിയിൽ കഴിയുകയാണ്. 32 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കൂ. എത്രയോ IASകാർ, എത്രയോ IPSകാർ, എത്രയോ രാഷ്ട്രീയമായി ഉന്നതിൽ നിൽക്കുന്നവർ, എല്ലാം തികഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിൽ പല തിരിച്ചടികളും സമുദായം നേരിടുന്നുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൽ നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും അന്ന് പറഞ്ഞ ആ രീതിയിൽ നിന്നും എത്രയെല്ലാം മുന്നോട്ട് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം കടപ്പാട് മുസ്ലിം ലീഗിനോടും അതിൻ്റെ ജിഹ്വയായ ചന്ദ്രികയോടുമാണ് എന്ന് പൂർണ്ണമായി പറയട്ടെ. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ വളരെ കലുഷിതമായൊരു അന്തരീക്ഷമായിരുന്നു. നമുക്കറിയാം അന്ന് നിലനിന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ. എൻ്റെ ഒന്നും പ്രായത്തിൽ ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതല്ല, പക്ഷേ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത്തരം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയും വഴിതെറ്റിപ്പോകാവുന്ന ഒരു കൂട്ടം ജനങ്ങളെ, ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കുകയും രാഷ്ട്ര പുനർനിർമ്മാണത്തിന്, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൽ അവർക്ക് വഹിക്കാനുള്ള പങ്കിനെക്കുറിച്ച് ആ ജനതയെ കൃത്യമായി ബോധ്യപ്പെടുത്തി നയിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഈ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ ഇതെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഉറച്ച ആത്മീയ ബോധത്തിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനും ലീഗും അതിൻ്റെ നേതാക്കളും പ്രാധാന്യം കൊടുത്തു. 1970 മാർച്ച് 28 ചന്ദ്രിക പത്രത്തിൻ്റെ 3 നില കെട്ടിടവും റോട്ടറി പ്രസ്സും കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് മഹാനായ CH പറഞ്ഞ ഒരു വാക്കുകൾ ഞാൻ ആവർത്തിക്കാം. ജനവികാരങ്ങൾ ആളിക്കത്തുമ്പോൾ അതിനെതിരായ അതിനൊപ്പം ഒഴുകുകയോ വിവേകത്തോടും സംയമനത്തോടും കൂടി ജനങ്ങളെ നേർവഴിക്ക് തിരിച്ചുവിട്ട പാരമ്പര്യമാണ് ചന്ദ്രികയ്ക്ക്. മേലിലും ഈ പത്രം രാജ്യത്തോടും സമൂഹത്തോടും കടമ നിർവഹിക്കും. ഇത് 55 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചന്ദ്രികയുടെ ഒരു ചടങ്ങിൽ പറഞ്ഞ വാക്കുകളാണ്. അതേ ചടങ്ങിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ചീഫ് എഡിറ്റർ KM മാത്യു അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് വളരെ പിന്നോക്കമായിരുന്ന മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക രംഗത്ത് ഒരു പ്രധാന ശക്തിയായി മാറ്റുന്നതിൽ ചന്ദ്രികയ്ക്കും മുസ്ലിം ലീഗിനും പങ്കുണ്ട്. സത്യസന്ധത, ധൈര്യം, സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക, ഇതെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകതകളാണ്. ആ സമുദായത്തെ ഒന്നിച്ചു നിർത്തുന്നതിൽ ചന്ദ്രികയും മുസ്ലിം ലീഗും നന്നായി പ്രവർത്തിച്ചു. ഇത്
മാത്തുക്കുട്ടിച്ചായൻ അന്ന് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഈ രണ്ടു പേരുടെയും വാക്കുകൾ ഇപ്പോൾ ഉദ്ധരിക്കാൻ കാര്യം എന്താണ് എന്നല്ലേ, CH മരിച്ചിട്ട് ഏകദേശം 40 വർഷമായി. മാത്തുക്കുട്ടിച്ചായൻ കടന്നു പോയിട്ട് 15 വർഷവുമായി. ആ രണ്ടുപേരും ഇന്ന് ഈ വേദിയിൽ പുനർജനിച്ചാൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഒരക്ഷരം മാറ്റാതെ, വള്ളി പുള്ളി വിസർഗം മാറ്റാതെ അതേപടി പകർത്താൻ സാധിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും നൽകുന്ന പ്രസക്തി. കാരണം അടിയുറച്ച മൂല്യബോധത്തിൽ നിന്ന് യാതൊരു കാരണവശാലും മാറില്ല എന്ന് അത് കെട്ടിപ്പടുത്തവർ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ പിന്മുറക്കാർ അത് അതേപടി കൊണ്ടുപോകുന്നു. മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, നമുക്ക് ജനാധിപത്യ ക്രമത്തിൽ ഇന്ത്യയിൽ പിറന്നു വീണ ഒട്ടേറെ രാഷ്ട്രീയ കക്ഷികളുണ്ട്. 40-50 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരിൽ എത്ര പേർക്ക് നമ്മൾ രൂപീകരിച്ച കാലത്ത് വിശ്വസിച്ച, അടിയുറച്ച, അന്ന് തീരുമാനിച്ച മൂല്യബോധം തുടരാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണോ ഇപ്പോഴും പിന്തുടരുന്നത് എന്ന് എത്ര പേർക്ക്, എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ സാധിക്കും? അത് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഏത് നിലയ്ക്കും വില നൽകുന്ന ഒരു അടിസ്ഥാന പാഠം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒട്ടേറെ പേരുണ്ട്. ജോലിയുടെ ഇടയ്ക്കുന്നാണ് ഞാനും വരുന്നത്, എനിക്കും പെട്ടെന്ന് പോകണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പോഴും നല്ല തുടക്കത്തിന് നല്ലൊരു പേര് വേണം. ചന്ദ്രിക, നിലാവ് പോലെ ഒരു പേരത്. പല പേരുകൾ വന്നത്രേ, ഞാൻ വായിച്ചറിഞ്ഞതാണ്. പല പേരുകൾ വന്നു. അപ്പോൾ അല്ലമൈൻ പത്രത്തിൻ്റെ സഹപത്രാധിപരായിരുന്ന സയ്യിദ് മുഹമ്മദ് സാഹിബാണ് ചന്ദ്രിക എന്ന പേര് നിർദ്ദേശിച്ചത്. അത് സ്വീകരിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. സാമുദായിക പേരുകൾ കൊടുക്കാതെ, എന്നാൽ സമുദായമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചന്ദ്രബിംബം ആ പേരിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിനെ തുടർന്നാവും പിന്നീട് വന്ന മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പിന്നീട് വന്ന പത്രങ്ങളൊക്കെ മാധ്യമം, തേജസ്, വർത്തമാനം, സുപ്രഭാതം തുടങ്ങിയ പേരുകൾ സ്വീകരിക്കേണ്ടി വന്നത്. ഒരുപക്ഷെ ചന്ദ്രിക തുടർന്ന ആ മൂല്യവത്തായ പാരമ്പര്യത്തിൽ നിന്ന് ബാക്കി വന്ന ആ ചിന്തയിൽ നിന്നാവാം ഇത്തരം പേരുകളിലേക്ക് അവരും പോയത്. മാതൃഭൂമിയും ഇതുപോലെ. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എന്തുകൊണ്ട്, ലോകത്തെല്ലാം പത്രങ്ങൾ മരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ അവരുടെ പേരുകൾ ഒരു വലിയ പ്രധാനമാണ്. മാതൃഭൂമി എന്നുള്ള പേര്, മാതൃഭൂമി KP കേശവമേനോന്റെ നേതൃത്വത്തിൽ തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അതിനാദ്യം അവരിട്ട പേര് നവീന കേരളം എന്നായിരുന്നു. കുറെ കോഴിക്കോട്ടെ എല്ലാവർക്കും അതറിയാമായിരുന്നു. ആ പേര് ഇതാണ് വരാൻ പോകുന്ന പേര് എന്നറിയാമായിരുന്നു. ആ സമയത്താണ് U ഗോപാലമേനോൻ നവീന കേരളം എന്ന പേരിൽ ഒരു ആനുകാലികം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ പേര് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ കണ്ടുപിടിച്ച പേരാണ് മാതൃഭൂമി എന്ന്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിറന്ന ഒരു പത്രത്തിന് ഇതിൽ കൂടുതൽ നല്ലൊരു പേര് എവിടെ നിന്ന് കിട്ടാനാണ്?